തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സാധാരണഗതിയിൽ ഫലം പുറത്തു വരുമ്പോൾ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ സ്ഥിരമായി EVM-നെ കുറ്റപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസ് വിജയിച്ചാൽ EVM സൂപ്പർ, അല്ലെങ്കിൽ പരാജയപ്പെട്ടാൽ കൃത്രിമം. ഇതാണ് ഇവരുടെ രീതി. നിലവിൽ EVM ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം വഴിയോ മനുഷ്യർക്ക് നേരിട്ടോ ഹാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് വോട്ടിംഗ് മെഷീനുകൾ ഒഴിവാക്കണമെന്നുള്ള ആവശ്യപ്പെട്ട് എക്സ് മേധാവി എലോൺ മസ്ക് ട്വീറ്റ് ചെയ്തത് മുതലാണ് ഈ ഒരു ചർച്ചാ വിഷയം തുടങ്ങിയത്. തുടർന്ന് മുൻ കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ രാജീവ് ചന്ദ്രശേഖരും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി രംഗത്തെത്തി. എലോൺ മസ്ക് ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകളുടെ സുരക്ഷയെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നതെന്നും അമേരിക്കയിലും മറ്റ് നിർമ്മിച്ചതുപോലെ സാധാരണ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചവയല്ല ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകളെന്നാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. ഇന്റർനെറ്റ് വഴിയോ ബ്ലൂടൂത്ത് വഴിയോ ബന്ധിപ്പിക്കാൻ സാധിക്കാത്ത തരത്തിലാണ് ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് രാജീവ് ചന്ദ്രശേഖരുടെ മറുപടി. ഇന്ത്യ നിർമ്മിച്ചതുപോലെയാണ് EVM-കൾ നിർമ്മിക്കേണ്ടതെന്നും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ പരിശീലനം നൽകാൻ തയ്യാറാണെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആർക്കും സുരക്ഷിതമായ ഒരു ഇലക്ട്രോണിക് ഉപകരണം നിർമ്മിക്കാൻ സാധിക്കില്ല എന്ന സാമാന്യവത്കരണത്തിന്റെ ഭാഗമാണ് എലോൺ മസ്കിന്റെ വാദമെന്നാണ് രാജീവ് ചന്ദ്രശേഖരുടെ വിമർശനം. പ്ലൂട്ടോ റിക്കോയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനുകളിൽ തിരിമറി നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചൂണ്ടിക്കാണിച്ചാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഒഴിവാക്കണമെന്ന ആവശ്യവുമായി എലോൺ മസ്ക് രംഗത്ത് വരുന്നത്. EVM-മായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്ന ആശങ്കകൾ അവതരിപ്പിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ് ആണ്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, പ്രതിപക്ഷ പാർട്ടിയാണ്. ഇന്ത്യയിൽ EVM-കൾ ബ്ലാക്ക് ബോക്സുകളാണ്. അതുമായി ബന്ധപ്പെട്ട് എന്ത് ആരോപണമുണ്ടെങ്കിലും പരിശോധിക്കാനുള്ള അനുവാദം ആർക്കും ലഭിക്കില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. EVM സംബന്ധിച്ച് ഒരു പ്രശ്നവും അതിൽ ഒരു പ്രതിപക്ഷ തോന്നലുകളും മാത്രമാണെന്നും EVM-നെ കുറ്റപ്പെടുത്തി പൊതുസമൂഹത്തിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് പൊതുവെയുള്ള ഒരു ആരോപണം. ശരിയാണ്, കാരണം കർണാടകയിൽ നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് വിജയിച്ചപ്പോൾ EVM സൂപ്പറാണ്, EVM നല്ലതാണ്, EVM-നെ പറ്റി ഒരു പ്രശ്നവുമില്ല, ഒരു പ്രോബ്ലം അവർ പറഞ്ഞിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കുന്നു. വിജയിച്ചു കഴിഞ്ഞ ഉടനെ കോൺഗ്രസ് പരാജയപ്പെടുന്നുണ്ട്. അപ്പോൾ EVM-നെ പറ്റി അവർ കുറ്റം പറയുകയാണ്. കോൺഗ്രസ് വിജയിച്ചു കഴിഞ്ഞാൽ മാത്രം EVM നല്ലതാണ്, പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് EVM-ന്റെ കൃത്രിമം നടന്നിട്ടുണ്ട്, അത് ഹാക്കിംഗ് നടന്നിട്ടുണ്ട്, മുൻകൂട്ടി ചെയ്തതാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് പരത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. EVM ഒരു വോട്ടിംഗ് മെഷീൻ എടുക്കുന്ന സമയത്ത്, ഇലക്ഷൻ സമയത്ത് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ഇത് പല പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടാണ്, പരിശോധന നടത്തിയതിനു ശേഷം മാത്രമാണ് വോട്ടിംഗ് മെഷീൻ ജനങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താനായിട്ട് വയ്ക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് എടുത്തുകൊണ്ട് വെച്ചിട്ട് ആളുകളെടുത്ത് അതിൽ ബട്ടൺ അമർത്തി കുത്താനല്ല പറയുന്നത്. പല പ്രാവശ്യം അതിൻ്റെ ഉദ്യോഗസ്ഥർ അതിനെ വിശദമായി പരിശോധന നടത്തി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചതിന് ശേഷമാണ് ഇലക്ഷൻ സമയത്ത് അതിലേക്ക് കൊണ്ടുവയ്ക്കുന്നത്. അല്ലാതെ വെറുതെ പ്രതിപക്ഷം ഇരുന്നിട്ട് അവർ വോട്ട് ചെയ്ത് ജയിക്കുമ്പോൾ, BJP വോട്ട് ചെയ്ത് ജയിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് സീറ്റ് കുറയുമ്പോൾ EVM-നെ കുറ്റപ്പെടുത്തുന്ന രീതി വില പോകില്ല. ഇത് ഇലക്ട്രോണിക് ആണ്, അതുകൊണ്ട് തന്നെ ഇതിൽ അതീവ സൂക്ഷ്മതയോടുകൂടിയാണ് EVM നിർമ്മിച്ചിരിക്കുന്നത്. ആർക്കും അധികം ഹാക്ക് ചെയ്യാൻ പറ്റില്ല. എലോൺ മസ്കിന് വേണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനോട് ചോദിക്കാം, കാരണം അദ്ദേഹം IT മേഖലയിലെ വിദഗ്ധനായ ഒരു വ്യക്തിയാണ്. അല്ലാതെ താങ്കളെപ്പോലെ ഒരു ഒട്ടിലൊട്ടിക ഒരു ട്വിറ്റർ എന്നൊരു കമ്പനി വെച്ചിട്ട് തകർന്ന് തരിപ്പണമായി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുന്നതല്ല. ബിസിനസ്സും അതുപോലെ തന്നെ സാങ്കേതിക മേഖലയും എങ്ങനെ ഉപയോഗിക്കണം, അതിനെ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. അതുകൊണ്ട് എലോൺ മസ്കിന് വേണമെങ്കിൽ അദ്ദേഹത്തോട് അഭിപ്രായങ്ങൾ ചോദിക്കാം. അല്ലാതെ വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം പറഞ്ഞുകൊണ്ട് വരരുത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.